Hi friends, welcome to 90 Plus My Tuition app. ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ്, ലൈറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് ഇഫക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. സോ ചാപ്റ്റർ 3 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. ഈ ചാപ്റ്ററിൽ ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുവെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ട്രാൻസ്ഫോമേഴ്സ്, ജനറേറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് എന്നിവയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. Let us begin. The first question is, two stages of experiment conducted with a solenoid and magnet is given below. Magnet shown in figure A and B are stationary magnet and moving magnet respectively. സോളിനോയിഡും മാഗ്നറ്റും ഉപയോഗിച്ച് ഒരു 2-സ്റ്റേജ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു. ഫിഗർ എ സ്റ്റേഷനറി മാഗ്നറ്റും ഫിഗർ ബി മൂവിംഗ് മാഗ്നറ്റുമാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇൻ വിച്ച് സ്റ്റേജ് ഗാൽവനോമീറ്റർ ഡിഫ്ലെക്ട്സ്? ഏത് സ്റ്റേജിലാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലെക്ട് ചെയ്യുന്നത്? എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേജ് 2-യിലെ ഗാൽവനോമീറ്റർ ആണ് ഡിഫ്ലെക്ട് ചെയ്യുന്നത്. The question B is, explain the reason for this deflection in galvanometer with the help of scientific principle that you have learned. ഗാൽവനോമീറ്റർ ഡിഫ്ലെക്ട് ചെയ്യാനുണ്ടായ കാരണവും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രിൻസിപ്പിളുമാണ് ചോദിച്ചിരിക്കുന്നത്. കോയിലിന് ചുറ്റും രൂപപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് കണ്ടിന്യൂസ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എക്സ്പെരിമെൻറ്റിൽ സ്റ്റേജ് 2-യിലെ മാഗ്നറ്റിക് ഫ്ലക്സിന് കണ്ടിന്യൂസ് ചേഞ്ച് ഉണ്ടാകുന്നു. അതുവഴി EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതു കാരണമാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലെക്ട് ചെയ്യുന്നത്. The C question is, write any two devices that works on this principle. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന 2 ഡിവൈസിൻ്റെ പേരെഴുതാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദോസ് ഡിവൈസസ് ആർ ജനറേറ്റർ ആൻഡ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, എ സോളിനോയിഡ് ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. എ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദി സോളിനോയിഡ് ഫ്രീക്വൻ്റ്ലി. ഒരു സോളിനോയിഡ് ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഈ സോളിനോയിഡിനുള്ളിലൂടെ ഒരു മാഗ്നറ്റ് ഫ്രീക്വൻ്റായി മൂവ് ചെയ്യുന്നു. എങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി മോസ്റ്റ് സിമിലർ ടു ടൈം EMF ഗ്രാഫ് ഓഫ് ദി ഇലക്ട്രിസിറ്റി അവൈലബിൾ ഫ്രം ദി സോളിനോയിഡ്? തന്നിരിക്കുന്നതിൽ ഏതാണ് സിമിലർ ആയിട്ടുള്ള ടൈം EMF ഗ്രാഫ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ സോളിനോയിഡിൻ്റെ ഇടയിലൂടെ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദ ഗ്രാഫ് വിൽ ബി A. The next question is, observe the figure and answer the following questions. The question is, identify the device shown in the figure and suggest 2 methods to increase the EMF obtained when such devices work. തന്നിരിക്കുന്ന ഡിവൈസ് ഏതാണെന്നും ഈ ഡിവൈസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായ 2 മെത്തേഡ് സജസ്റ്റ് ചെയ്യാനുമാണ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ തന്നിരിക്കുന്നത് AC ജനറേറ്റർ ആണ്. AC ജനറേറ്ററിൻ്റെ മെയിൻ പാർട്സ് ആണ് ആർമേച്ചർ കോയിൽ ആൻഡ് സ്ലിപ്പ് റിങ്സ്. മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്തും നമ്പർ ഓഫ് ടേൺസും ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഡിവൈസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. The next question is, list out the difference in the design of a step-up and step-down transformer. Step-up and step-down transformers തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോമേഴ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മാത്രമല്ല ഇലക്ട്രിക് പവർ ചേഞ്ച് ചെയ്യാതെ തന്നെ AC വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ട്രാൻസ്ഫോമേഴ്സ് വഴി സാധിക്കുന്നു.
ഇനി സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഇൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കുറവും സെക്കൻഡറി കൂടുതലുമാണ്. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കൂടുതലും സെക്കൻഡറി കുറവുമാണ്. ആൻഡ് ഇൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ thick wires are used in primary and thin wires are used in secondary. But in step down transformer, thin wires are used in primary but thick wires are used in secondary. കൂടാതെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ AC വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ AC വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു. മാത്രമല്ല സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് primary of a transformer has 20,000 turns and secondary has 30,000 turns. If 160 volt AC is applied at the primary of the transformer, what is the voltage available in secondary of the above transformer? ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിൽ 20,000 ടേൺസും സെക്കൻഡറി കോയിലിൽ 30,000 ടേൺസും ഉണ്ട്. ഇതിൽ പ്രൈമറി കോയിലിലേക്ക് 160 വോൾട്ട് AC അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി കോയിലിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് ഈ രണ്ട് കോയിലിലുമുള്ള നമ്പർ ഓഫ് ടേൺസിന് സെയിമും പ്രപ്പോർഷണലുമായിരിക്കുമെന്ന്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ Vs is a secondary voltage and Vp is primary voltage. Then number of turns in primary is Np and number of turns in secondary is Ns. പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് Vs by Vp is equal to Ns by Np. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. തന്നിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് Np is equal to 20,000. കൂടാതെ പ്രൈമറി വോൾട്ടേജ് Vp is equal to 160 volt and secondary കോയിലിലെ number of turns Ns is equal to 30,000. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ട്രാൻസ്ഫോമറിൻ്റെ നമ്പർ ഓഫ് ടേൺസ് വെച്ച് ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ അതോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ എന്ന് കണ്ടെത്താമല്ലോ. ഈ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. സോ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇവിടെ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് Vs കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഇതിനായി we can use our equation Vs by Vp is equal to Ns by Np. Vs കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ Vs കണ്ടെത്താനായി ഈ ഇക്വേഷനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. Ns Vp is equal to Vs Np. ഇതിൽ നിന്നും Vs is equal to Ns Vp divided by Np. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get Vs is equal to 30,000 into 160 divided by 20,000 which is equal to 960 by 4. That is Vs is equal to 240 volt. സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് 240 വോൾട്ട് ആണ്. The next sub question is, if the number of turns in secondary coil is greater than in the primary, then more voltage is induced in the secondary. Why? സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിൽ ഉള്ളതിനേക്കാളും കൂടുതലാണെങ്കിൽ സെക്കൻഡറി കോയിലിൽ കൂടുതൽ വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ്
ഇതിനു കാരണം? നമുക്കറിയാം, ട്രാൻസ്ഫോമറിലെ ഓരോ കോയിലിലും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആ കോയിലിലെ നമ്പർ ഓഫ് ടേൺസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. സോ ഏത് കോയിലിലാണോ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, ആ കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും കൂടുതലായിരിക്കും. The last sub-question is, how much power must be supplied to the primary of the transformer so that 500 watt power is obtained from the secondary? സെക്കൻഡറി കോയിലിൽ 500 വാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ പ്രൈമറി കോയിലിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. If V is the voltage and I is the current, then power is equal to voltage into current. ട്രാൻസ്ഫോമറിൽ പവർ ലോസ് ഉണ്ടാകുന്നില്ല എങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിലിലെ പവർ എപ്പോഴും സെയിം ആയിരിക്കും. സോ പവർ ഇൻ പ്രൈമറി കോയിൽ ഈസ് ഓൾസോ 500 watt. The next question is, thickness of a insulated copper wire used in the primary turns and secondary turns of a transformer are not equal. The A question is, in a step-up transformer, which set of turns, primary or secondary, is made up of thicker copper wire? Justify your answer. ട്രാൻസ്ഫോമറിലെ സെക്കൻഡറി ആൻഡ് പ്രൈമറി കോയിൽസിൽ യൂസ് ചെയ്തിട്ടുള്ള കോപ്പർ വയറിൻ്റെ തിക്നെസ് ഒരിക്കലും ഈക്വൽ ആയിരിക്കുകയില്ല. സ്റ്റെപ്പ്-അപ്പ് ട്രാൻസ്ഫോമറിലെ സെക്കൻഡറി കോയിലിലാണോ അതോ പ്രൈമറി കോയിലിലാണോ കൂടുതൽ തിക്നെസ് ഉള്ള കോപ്പർ വയർ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ്-അപ്പ് ട്രാൻസ്ഫോമറിലെ പ്രൈമറി കോയിലിലാണ് കൂടുതൽ തിക്നെസ് ഉള്ള കോപ്പർ വയർ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ട്രാൻസ്ഫോമറിൽ പവർ ലോസ് ഉണ്ടാകാത്തതിനാൽ പ്രൈമറി കോയിലിലെ പവറും സെക്കൻഡറി കോയിലിലെ പവറും ഈക്വൽ ആയിരിക്കും. സ്റ്റെപ്പ്-അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിലെ വോൾട്ടേജ് കുറവും സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് കൂടുതലുമാണ്. സോ ഹൈ കറണ്ട് ക്യാരി ചെയ്യുന്നതിനായി പ്രൈമറി കോയിലിൽ തിക്കർ കോപ്പർ വയർ യൂസ് ചെയ്തിരിക്കുന്നു. The next sub-question is, write down the working principle of transformer. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനു ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി സെക്കൻഡ് കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. The next question is, there are 10,000 turns in a transformer. Voltage in the primary is 240 volt and current 0.2 ampere. The transformer is wound so as to get current 0.4 ampere in the secondary. What type of transformer is this? ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിലിൽ 0.4 ആംപിയർ കറണ്ട് ലഭിക്കുന്നതിനായി പ്രൈമറിയിൽ 10,000 ടേൺസും വോൾട്ടേജ് 240 വോൾട്ടും ആൻഡ് കറണ്ട് 0.2 ആംപിയറും അപ്ലൈ ചെയ്യുന്നു. എങ്കിൽ ഈ ട്രാൻസ്ഫോമർ ഏത് ടൈപ്പ് ആയിരിക്കും? ദി ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് സ്റ്റെപ്പ് ഡൗൺ. നമുക്കറിയാം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും കൂടുതലായിരിക്കുമെന്ന്. ദി നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഈസ് ദ സെക്കൻഡറി വോൾട്ടേജ് ആൻഡ് ഓൾസോ ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫ്രം ദി ക്വസ്റ്റ്യൻ, voltage in primary is Vp and current in primary is Ip. കൂടാതെ voltage in secondary is Vs, current in secondary is Is. We know power in secondary is equal to power in primary. That is, Vp Ip is equal to Vs Is. From this,
Vs is equal to Vp Ip divided by Is. Values substitute ചെയ്യുമ്പോൾ we get Vs is equal to 240 into 0.2 divided by 0.4, that is equal to 120 volt. സെക്കൻഡറി കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് 120 വോൾട്ട് ആണ്. ഇനി സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് കണ്ടെത്താം. We have an equation Vs by Vp is equal to Ns by Np. By rearranging, we get Ns is equal to Vs Np divided by Vp. From this, the given data are Vs is equal to 120 volt, Vp is equal to 240 volt and Np is equal to 10,000. Values substitute ചെയ്യുമ്പോൾ we get Ns is equal to 120 into 10,000 divided by 240, that is equal to 5,000 turns. Secondary കോയിലിലെ number of turns 5,000 ആണ്. The next question is, in household electrical appliances, 3-pin plugs are used to ensure safety. How is the earth pin different from the other pins? ഗാർഹിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിൽ 3-pin പ്ലഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്കിൽ എർത്ത് പിൻ എങ്ങനെയാണ് മറ്റു പിന്നുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? 3-pin പ്ലഗിൻ്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മറ്റു പിന്നുകളെ കമ്പയർ ചെയ്യുമ്പോൾ എർത്ത് പിന്നിൻ്റെ ലെങ്ത് ആൻഡ് തിക്നെസ് കൂടുതലാണ്. കൂടാതെ തിക്നെസ് കൂടുമ്പോൾ വയറിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നു. അതുവഴി പ്രോപ്പറായുള്ള എർത്തിങ് നടക്കുന്നു. മാത്രമല്ല ലെങ്ത് കൂടുതലായതിനാൽ 3-pin സോക്കറ്റിൽ ഘടിപ്പിക്കുമ്പോൾ ആദ്യം എൻ്റർ ചെയ്യുന്നത് എർത്ത് പിൻ ആയിരിക്കും. കൂടാതെ സോക്കറ്റിൽ നിന്നും റിമൂവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പുറത്തേക്ക് വരുന്നതും എർത്ത് പിൻ ആയിരിക്കും. സോ ഇതുവഴി 3-pin യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ സേഫ്റ്റി ലഭിക്കുന്നു. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ is, which part of the equipment is connected to earth line? എക്യുപ്മെൻറ്റിൻ്റെ ഏത് പാർട്ടാണ് എർത്ത് ലൈനുമായി കണക്ട് ചെയ്യുന്നത്? എക്യുപ്മെൻറ്റിൻ്റെ ബോഡി അഥവാ മെറ്റാലിക് പാർട്ടാണ് എർത്ത് ലൈനുമായി കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is, the distribution of electric power from power station using transformers to distant places through electrical lines is known as power transmission. The A question is, name the type of transformers used in power station. പവർ സ്റ്റേഷനിലെ ഇലക്ട്രിക് പവർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഡിസ്റ്റൻറ്റ് പ്ലേസസിലേക്ക് ഇലക്ട്രിക് ലൈൻ വഴി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് പവർ ട്രാൻസ്മിഷൻ. ഈ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏത് ടൈപ്പാണെന്നാണ് ക്വസ്റ്റ്യൻ. പവർ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ സവിശേഷതകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു ദീസ് ട്രാൻസ്ഫോമേഴ്സ് ഹെൽപ്പ് ഇൻ റിസോൾവിംഗ് ദ പ്രോബ്ലംസ് വിച്ച് അറൈസസ് ഡ്യൂറിംഗ് പവർ ട്രാൻസ്മിഷൻ? പവർ ട്രാൻസ്മിഷൻ്റെ ടൈമിൽ എറൈസ് ചെയ്യുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പവർ ചേഞ്ച് ചെയ്യാതെ തന്നെ കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു. കൂടാതെ ഇലക്ട്രിക് എനർജിയുടെ ഹീറ്റിൻ്റെ ഫോമിലുള്ള എനർജി ലോസ് ഇതുവഴി കുറയ്ക്കാൻ സാധിക്കുന്നു. The next question is, observe the picture and identify which of these birds get electrical shock. ഇവിടെ കാണുന്നതിൽ ഏതു പക്ഷികൾക്കാണ് ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കുക? ബി, എൻ, സി എന്നീ പക്ഷികൾക്കാണ് ഷോക്ക് ഏൽക്കാൻ സാധ്യത. കാരണം തേർഡ് ഫേസ് ലൈനിൽ ഇരിക്കുന്ന ബേർഡിൻ്റെ ഫെദർ സെക്കൻഡ് ഫേസ് ലൈനിൽ ടച്ച് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. സോ ബേർഡ് ബിക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ബേർഡ് സി,
ന്യൂട്രൽ ലൈനിലാണ് ഇരിക്കുന്നതെങ്കിലും ഫെദർ തേർഡ് ഫേസ് ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ബേർഡ് സിക്കും ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ദി ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ is identify which of these bird get serious shock. Justify. പക്ഷികളിൽ ഏത് ബേർഡിനാണ് കൂടുതൽ ശക്തമായ ഷോക്ക് ഏൽക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ബേർഡ് ബിക്കാണ് കൂടുതൽ ഷോക്ക് ഏൽക്കുക. കാരണം 2 ഫേസ് ലൈനിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 400 വോൾട്ട് ആണ്. സോ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ബേർഡ് ബിക്ക് കൂടുതൽ ഷോക്ക് ഏൽക്കുന്നു. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന പല ഉപകരണങ്ങളുടെയും ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ prepare well for your exam and all the best.